ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ റിവിഷനൊക്കെ കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ്. സെക്കൻഡ് ചാപ്റ്റർ എല്ലാവർക്കും അറിയാലോ, ബയോടെക്നോളജി ആണ്. ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ആണ്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിലുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് എക്സാമിന് പോവാം. ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ വേണം നിങ്ങൾ എക്സാമിന് പോകാൻ കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ എന്തിലേക്ക് പോവാം? ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വാസ് ഫങ്ഷനിങ് ഡിപ്പെൻഡ് ഓൺ എ സ്പെസിഫിക് DNA ന്യൂക്ലിയോടൈഡ്. സീക്വൻസ് was isolated and characterized is. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ അയ്യോ ഇതെന്താ സംഭവം, അങ്ങനെ ഒന്നും വേണ്ട. ഈ ക്വസ്റ്റ്യനിലെ കീവേഡ് എന്താ? ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഈ കീവേഡ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണെങ്കിൽ, അതായത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അതാരാണ്? ഹിൻഡ് 2. ഏതാണ് അതിന്റെ ആൻസർ? ഹിൻഡ് 2. ഓക്കെ, അപ്പൊ എന്താണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിന്റെ പേരെന്താണ്? ഹിൻഡ് 2. അതാണ് അവരിങ്ങനെ വലുതാക്കി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കൺഫ്യൂസിങ് ആവണ്ട കേട്ടോ. അപ്പൊ കീവേഡ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, അത് കണ്ടു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കണം? ഹിൻഡ് 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഈ ഡയഗ്രാം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഡയഗ്രാം ആണ് അല്ലേ? എന്താണ് ഈ ഡയഗ്രാം? എന്താണ് സാധനം? ജെൽ ഇലക്ട്രോഫോറസിസ് അല്ലേ? എന്താണ്? ഇനി ക്വസ്റ്റ്യനിലേക്ക് കടന്നേ. ഐഡന്റിഫൈ ദ lines in which the migration of digested set of DNA fragments takes place. What is elution? എന്താണ് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്താ? ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ മിക്കപ്പോഴും ഡയഗ്രാം തന്നിട്ടായിരിക്കും ചോദ്യം ചോദിക്കുക. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ്? നോക്കിയടാ, ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ഡിസൈർഡ് ജീൻസ്. ഡിസൈർഡ് ജീനിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന DNA അല്ലെങ്കിൽ ജീനുകളെ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, അപ്പൊ എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്. എന്താണ്? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ഡിസൈർഡ് ജീൻ. ഇനി ഇതിന്റെ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്? DNA fragments are negatively charged molecule, hence it is moves toward the positively charged anode through a medium or matrix. ഓക്കെ, നോക്കിയടാ, ഈ ഫിഗറിൽ കണ്ടോ? ഈ ഫിഗറിൽ ഇതാണ് നമ്മുടെ ഇതിനുപയോഗിക്കുന്ന അപ്പാരറ്റസ്. ഇതിന്റെ ഇവിടെ കണ്ടോ, ഈ ഭാഗത്തെ കുഴി പോലെ ഇരിക്കുന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് വെൽസ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന DNA പീസുകളെ നമ്മൾ എവിടെ കൊണ്ടുവന്നിടും? ഈ വെൽസിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മുടെ DNA ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജ് ആണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ പുറത്തൊരു നെഗറ്റീവ് ചാർജും ഇവിടെ ഒരു പോസിറ്റീവ് ചാർജും കൊടുക്കും. ഓക്കെ, നമ്മൾ ഓൺ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള DNA ഒക്കെ എവിടെ അട്രാക്ട് ചെയ്യപ്പെടും? പോസിറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. എന്നിട്ട് ഇവർ എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും. പോസിറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇവിടെയുള്ള സ്പേസ് കണ്ടോ? ഈ സ്പേസിൽ നമ്മൾ ഒരു ജെല്ല് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ജെല്ലിനെ വിളിക്കുന്ന പേരാണെന്താ? അഗരോസ് ജെല്ല്. എന്താണ് ആ ജെല്ലിനെ വിളിക്കുന്ന പേര്? അഗരോസ് ജെല്ല്. അപ്പൊ ഈ അഗരോസ് ജെല്ലിന്റെ മുകളിൽ കൂടെ ഈ കട്ട് ചെയ്തിരിക്കുന്ന DNA ഫ്രാഗ്മെന്റ്സ് എവിടേക്ക് ഓടിപ്പോകും? പോസിറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് ഓടിപ്പോകും. ഓടിപ്പോകാനുള്ള റീസൺ എന്താണ്? നമ്മുടെ DNA ചാർജ് ഏതാണ്? നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് ചാർജസ് എപ്പോഴും അട്രാക്ട് ചെയ്യുന്നു നമുക്കറിയാം അല്ലെ? പക്ഷേ ഇവർ ഓടിപ്പോകുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് വലിപ്പം കുറഞ്ഞ ആൾക്കാർ, സ്മോൾ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? വേഗം ഭയങ്കര സ്പീഡിൽ പോയിട്ട് ആദ്യത്തെ പൊസിഷനിൽ കയറിയിരിക്കും. ഓക്കെ, വലിപ്പം കൂടി വരുന്നതിനനുസരിച്ച് അവരെവിടെയായി പോകും? പിന്നിലായി പോകും. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓട്ട മത്സരം വെച്ച് കഴിഞ്ഞാൽ ടീച്ചറെ പോലെയുള്ള ഇത്തിരി വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ഓടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേ സ്ഥാനത്ത് വണ്ണം കുറഞ്ഞ് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് എന്താകാൻ പറ്റും? പെട്ടെന്ന് ഓടി എന്ത് ചെയ്യാൻ പറ്റും? വിൻ ചെയ്യാൻ പറ്റും. ഇത് തന്നെ DNAസിൽ വലിപ്പം കുറഞ്ഞ ആൾക്കാർ ഓടി ഫസ്റ്റ് തന്നെ പോസിറ്റീവിന്റെ അടുത്തേക്ക് ചെല്ലും. വലിപ്പം കുറച്ചും കൂടെ കൂടിയ ആൾക്കാര് പിന്നിലായി പോകും. ഓക്കെ, അപ്പൊ നമുക്ക് DNA കിട്ടി. പക്ഷെ ഇത് നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റുമോ? പറ്റൂല. ഓക്കെ, അങ്ങനെ കാണണമെങ്കിൽ ഇതിലേക്ക് നമ്മളൊരു സ്റ്റെയിൻ ഒഴിച്ചു കൊടുക്കും. അതിന്റെ പേരെന്താണ്? എത്തിഡിയം ബ്രോമൈഡ്. ഇനി സ്റ്റെയിൻ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയോ? അല്ല, ഇവിടേക്ക് ഒരു ലൈറ്റ് അടിച്ചു കൊടുക്കണം.
ഏത് ലൈറ്റ് നമ്മൾ അടിച്ചു കൊടുക്കുക? യു വി ലൈറ്റ്. അപ്പൊ എത്തിഡിയം ബ്രോമൈഡും യു വി ലൈറ്റും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന DNA നല്ല ഓറഞ്ച് കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ DNA ഇവിടെ ഇങ്ങ് വെച്ചാൽ മതിയോ? അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട DNA അല്ലെങ്കിൽ നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള DNA ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അപ്പോ ഈ അഗരോസ് ജെല്ലിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ് നമ്മുടെ DNA. ഇവനെ ഈ അഗരോസ് ജെല്ലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ? എല്യൂഷൻ. എന്താ വിളിക്കുക? എല്യൂഷൻ. ഇതാണ് നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഓക്കെ, അപ്പൊ നോക്കിയടാ, ഫസ്റ്റ് എന്താ? DNA fragments are negatively charged molecule, hence it is moves towards the positively charged anode through a medium or matrix. എന്താ പറയുന്നേ? നമ്മുടെ DNA നെഗറ്റീവ് ചാർജ് ഉള്ള ആളാണ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവിന്റെ അടുത്തേക്ക് ഓടിപ്പോകും. ഏത് മീഡിയത്തിന്റെ ഉള്ളിൽ കൂടെയാണ് ഓടിപ്പോവുക? അഗരോസ് ജെൽ. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് എന്താ? മോസ്റ്റ് കോമൺലി യൂസ്ഡ് മീഡിയം ഈസ് അഗരോസ് ജെൽ. നമ്മൾ പറഞ്ഞു DNA fragments separated according to its charge and size. ഇമ്പോർട്ടന്റ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് DNA ഫ്രാഗ്മെന്റുകൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ ചാർജിന്റെയും വലുപ്പത്തിന്റെയും അടിസ്ഥാനത്തിൽ. നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണ് പോസിറ്റീവിന്റെ അടുത്തേക്ക് ഓടിപ്പോയത് അല്ലെ? ചെറിയ ചെറിയ ആളുകൾ വേഗം ഓടിപ്പോകും, വലിപ്പം കൂടിയ ആൾക്കാർ പിന്നിലാക്കപ്പെടും. ഓക്കെ അല്ലേ? അടുത്ത എന്താ? സെപ്പറേറ്റഡ് DNA fragments can be visualized as a orange color band. ഓറഞ്ച് കളർ ആയിട്ടാണ് ഇവരെ കാണപ്പെടുക. നമ്മൾ എന്ത് അടിച്ചു കൊടുക്കുമ്പോഴാ? യു വി ലൈറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ. ഏത് സ്റ്റെയിൻ ആണ് ഉപയോഗിക്കുന്നത്? എത്തിഡിയം ബ്രോമൈഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഏത് സ്റ്റെയിൻ ആണ് യൂസ് ചെയ്തത്? ഇവിടെ ഉപയോഗിക്കുന്ന മെട്രിക്സ് ഏതാണ്? ഓക്കെ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? അപ്പോൾ അതൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ടീച്ചർ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അടുത്ത എന്താ? സെപ്പറേറ്റഡ് DNA fragments are cut off and extracted from the agarose gel. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ DNA ഫ്രാഗ്മെന്റിനെ ഈ ജെല്ലിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തെടുക്കും? കട്ട് ചെയ്തെടുക്കും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? എല്യൂഷൻ. അപ്പൊ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഇതൊക്കെ ആയിരിക്കും നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരിക. ഇതൊക്കെ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ കുറച്ചുകൂടെ സ്ട്രെസ് ആയിട്ട് പഠിക്കും. ഓക്കെ അല്ലേ? അപ്പൊ എല്യൂഷൻ എന്താ സാധനം? സെപ്പറേറ്റഡ് DNA fragments are cut off and extracted from the agarose gel. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കട്ടിംഗ് ഓഫ് DNA at a specific location become possible with the discovery of a restriction enzyme. നമുക്ക് DNAസിനെ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ നിന്ന് നമ്മുടെ ഡിസൈർഡ് DNA നമ്മൾ എടുത്തു. ഈ DNAയുടെ ഫുൾ ലെങ്ത് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷൻ ആയിരിക്കും നമുക്ക് ആവശ്യം. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? ആ DNA കട്ട് ചെയ്യണം. അപ്പൊ കത്രിക ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പൊ കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എൻസൈം ആണ് എന്താ? റെസ്ട്രിക്ഷൻ എൻസൈം. DNAസിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈം എന്താ? റെസ്ട്രിക്ഷൻ എൻസൈം. ഓക്കെ, അടുത്ത എന്താ? നെയിം ദ ക്ലാസ് ഓഫ് എൻസൈം വിച്ച് റെസ്ട്രിക്ഷൻ എൻസൈം ബിലോങ് ടു. ആ പേരൊന്ന് പറഞ്ഞു നോക്കിയേ. റെസ്ട്രിക്ഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്? യെസ്. അപ്പൊ ഇവരടങ്ങിയിരിക്കുന്ന ക്ലാസ് ഏതായിരിക്കും? യെസ്, എൻഡോ ന്യൂക്ലിയസ്. ഇവരുടെ ക്ലാസ് ഏതാണ്? എൻഡോ ന്യൂക്ലിയസ്. അപ്പൊ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ DNAസിനെ കട്ട് ചെയ്യുന്നത്. ഈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഉൾപ്പെട്ടിരിക്കുന്ന ക്ലാസ് ഏതാണ്? എൻഡോ ന്യൂക്ലിയസ്. ഓർത്തു വെക്കാട്ടോ. ഇനി വാട്ട് ആർ ദ ടു കൈൻഡ്സ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈംസ്? റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എത്ര ടൈപ്പ് ഉണ്ട് മക്കളെ? 2 ടൈപ്പ് ഉണ്ട്. എല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണ്? എക്സോ ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോ ന്യൂക്ലിയസ് ഉണ്ട്. ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? പ്രധാന വ്യത്യാസം? എക്സോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് DNAയുടെ എൻഡുകളിൽ മാത്രം കട്ട് ചെയ്യാൻ പറ്റുന്ന റെസ്ട്രിക്ഷൻ എൻസൈം ആണ്. അതേ സ്ഥാനത്ത് എൻഡോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ? DNAയുടെ സ്പെസിഫിക് സൈറ്റിൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളാണ് ആര്? എൻഡോ ന്യൂക്ലിയസ്. പഠിച്ചു വെക്കണം, മറന്നു പോകരുത് കേട്ടോ. അടുത്ത ദിവസം സെലക്ടബിൾ marker genes are used for the identification of transformants in biotechnology. Name any 2 useful selectable markers gene for E. coli. Very very important. പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾ ആകെ പഠിക്കുന്ന 2 സെലക്ടബിൾ മാർക്കേഴ്സ് ബയോടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ആകെ പഠിക്കുന്ന 2 സെലക്ടബിൾ മാർക്കേഴ്സ് ഏതൊക്കെയാണ് നോക്കിയേ? ആംബെസിലിൻ റെസിസ്റ്റന്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും അല്ലെ? PBR 322ന്റെ ഫിഗറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് AMPR TETR എന്ന് കണ്ടിട്ടുണ്ട്. അതെന്താണ്? സെലക്ടബിൾ മാർക്കേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും 2 സെലക്ടബിൾ മാർക്കേഴ്സിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? AMPR ആൻഡ് TETR. വെരി വെരി ഇമ്പോർട്ടന്റ്. പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
എക്സ്പ്ലെയിൻ മൈക്രോ ഇഞ്ചക്ഷൻ ആൻഡ് ബയോലിസ്റ്റിക് ജീൻ ഓർ ജീൻ ഗൺ മെത്തേഡ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് ഒരു വർഷം. ഇനി ഇത് വേറെ രീതിയിൽ ചോദിക്കാം. ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ബോഡിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് DNA എങ്ങനെയാണ് നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുക? ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ വെച്ചു കൊടുക്കുന്ന രണ്ട് മെത്തേഡ്സ് ഏതൊക്കെയാണ്? അങ്ങനെ ചോദിച്ചാലും ആൻസർ ഏതാണ്? മൈക്രോ ഇഞ്ചക്ഷൻ ആൻഡ് ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ. എന്താണ് മൈക്രോ ഇഞ്ചക്ഷൻ? ഓക്കെ, മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ ഒന്നുമില്ല, റീകോമിനന്റ് DNA is directly injected into the nucleus of animal cell. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന DNA നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എവിടേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും? ആനിമൽ സെല്ലിന്റെ ന്യൂക്ലിയസിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. അതാണ് എന്ത്? മൈക്രോ ഇഞ്ചക്ഷൻ. എന്താണ് ബയോലിസ്റ്റിക്സ്? ബയോലിസ്റ്റിക്സിന്റെ വേറെ പേരെന്താ? ജീൻ ഗൺ. അതായത് ഹൈ വെലോസിറ്റി ആയിട്ടുള്ള നമ്മുടെ ടങ്സ്റ്റൺ, ഗോൾഡ് പോലെയുള്ള പാർട്ടിക്കിൾസ്, കുഞ്ഞു കുഞ്ഞു മൈക്രോ പാർട്ടിക്കിൾസ് ആയിരിക്കും, തരി. ഈ തരികളിൽ നമ്മൾ DNA നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ DNA നമ്മൾ എന്ത് ചെയ്യും? പൊതിഞ്ഞിട്ട് കോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നല്ല ഹൈ വെലോസിറ്റിയിൽ പ്ലാന്റ്സിന്റെ സെല്ലുകളിലേക്ക് നമ്മൾ ബൊമ്പാർഡ് ചെയ്യും, എറിഞ്ഞു കൊടുക്കും. ഓക്കെ, അങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് ഈ DNAസിനെ പ്ലാന്റ് സെല്ലിന്റെ അകത്തേക്ക് കയറ്റി വിടുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? പറഞ്ഞോ, ഏതാണ് പേര്? യെസ്, ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ. അപ്പൊ എന്താണ്? സ്യൂട്ടബിൾ ഫോർ പ്ലാന്റ്സ്. എവിടെയാണ്? പ്ലാന്റ്സിലാണ്. ആനിമൽസിൽ ഏതാണ് യൂസ് ചെയ്തത്? മൈക്രോ ഇഞ്ചക്ഷൻ. പ്ലാന്റ്സിൽ ഏതാണ് യൂസ് ചെയ്തത്? ബയോലിസ്റ്റിക്സ്. ഓക്കെ, മാറിപ്പോരുത്. സെൽസ് ആർ ബൊമ്പാർഡഡ് വിത്ത് ഹൈ വെലോസിറ്റി മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ഓർ ടങ്സ്റ്റൺ കോട്ടഡ് വിത്ത് DNA നമ്മൾ ടങ്സ്റ്റണും ഗോൾഡും ആയിട്ട് കോട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്ലാന്റ് സെല്ലിലേക്ക് ബൊമ്പാർഡ് ചെയ്ത് കൊടുക്കും. വെരി ഇമ്പോർട്ടൻറ്റ്, രണ്ട് മെത്തേഡ്സ് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഈക്കോ R1 ഈസ് എ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. നമുക്ക് പഠിക്കാനുള്ള ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഏത്? ഈക്കോ R1. ഇനി എന്താ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ നെയിമിംഗ് ഓഫ് ദിസ് എൻസൈം. ഈ എൻസൈമിന് എങ്ങനെയാണ് നെയിം കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അതായത് റെസ്ട്രിക്ഷൻ എൻസൈമിന് നെയിം കൊടുക്കാൻ കുറച്ച് റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈക്കോ R1 എന്ന് പറഞ്ഞ നെയിം എങ്ങനെയാണ് ഈ എൻസൈമിന് കിട്ടിയത്? അതിന്റെ റൂൾസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയടാ, എന്താണ് എൻസൈമിന്റെ പേര്? ഈക്കോ R1. ഈ ഈക്കോ R1 എന്ന് പറഞ്ഞ എൻസൈമിനെ നമ്മൾ എടുത്തിരിക്കുന്നത് എസ്കരേഷ്യ കോളൈ RY13 എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയുടെ ഉള്ളിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഈക്കോ R1 എന്ന് പറഞ്ഞ എൻസൈമിനെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് ബാക്ടീരിയയുടെ ഉള്ളിൽ നിന്നാണ്? പറഞ്ഞേ, എസ്കരേഷ്യ കോളൈ RY13. ഇനി നോക്കിയടാ, ഈക്കോ R1 ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഈ വന്നിരിക്കുന്നത് ഏത് ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്നാണോ എൻസൈമിന് എടുത്തിരിക്കുന്നത് ആ ബാക്ടീരിയയുടെ ജീനസ് നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ ആയിരിക്കും എസ്കരേഷ്യ കോളൈ അല്ലേ? എസ്കരേഷ്യ കോളയുടെ ജീനസ് നെയിം ഏതാണ്? എസ്കരേഷ്യ. അപ്പൊ എസ്കരേഷ്യയുടെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും എൻസൈമിന്റെ ഫസ്റ്റ് ലെറ്റർ. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെറ്റർ എന്താ? CO. ഈ CO വന്നിരിക്കുന്നത് ബാക്ടീരിയയുടെ സ്പീഷീസ് നെയിമിന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും ലെറ്റർ ആയിരിക്കും. അങ്ങനെയാണ് ഈക്കോ എന്ന് വന്നിരിക്കുന്നത്. ഇനി R വന്നിരിക്കുന്നത് എന്താ? സ്ട്രെയിന്റെ പേരാണ് എന്ത്? RY. സ്ട്രെയിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും എൻസൈമിന്റെ എത്രാമത്തെ ലെറ്റർ? ഫോർത്ത് ലെറ്റർ. ഇനി 1 വന്നിരിക്കുന്നത് എന്താ? ഓർഡർ ഓഫ് ഐഡന്റിഫിക്കേഷൻ 13 ആണ്. ഓർഡർ ഓഫ് ഐഡന്റിഫിക്കേഷൻ എത്രയാണ് ഈ ബാക്ടീരിയയുടെ? 13 ആണ്. അതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് ആണ് എന്ത്? 1. ഇത് എഴുതുമ്പോൾ എപ്പോഴും ഏതിൽ എഴുതണം? റോമൻ ലെറ്റേഴ്സിൽ എഴുതണം. ഏതിൽ എഴുതണം മക്കളെ? റോമൻ ലെറ്റേഴ്സ്. നമ്മുടെ 1, 2, 3 ഇങ്ങനെ എഴുതൂലേ നമ്മള്? 4, 5 ഈ ലെറ്റേഴ്സിൽ വേണം എന്തെഴുതാൻ? ലാസ്റ്റ് ഡിജിറ്റ് എഴുതാൻ. അപ്പൊ മനസ്സിലായല്ലോ. ഫസ്റ്റ് E വന്നിരിക്കുന്നത് എന്താ? ജീനസ് നെയിം ഓഫ് ബാക്ടീരിയ. CO വന്നിരിക്കുന്നത് എന്താ? സ്പീഷീസ് നെയിം ഓഫ് ബാക്ടീരിയ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റർ. ഇനി R വന്നിരിക്കുന്നത് എന്താ? സ്ട്രെയിന്റെ ഫസ്റ്റ് ലെറ്റർ. 1 വന്നിരിക്കുന്നത് ഓർഡർ ഓഫ് എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ. സെറ്റ് അല്ലേ? വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Observe the figure and answer the questions. Name 2 selectable markers in this cloning vector. നമ്മൾ നേരത്തെ പഠിച്ചു. സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് 2 പേര് മാത്രമാണ്. ആരൊക്കെയാണ്? ആംബിസിലിൻ റെസിസ്റ്റൻസും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും. അപ്പൊ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി എഴുതുക. എന്താണ് എഴുതേണ്ടത്? ആംബിസിലിൻ റെസിസ്റ്റൻസ് ആൻഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ്. ഓക്കെ, അടുത്തത് റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് റോപ്പ് ഇൻ ദിസ് ക്ലോണിംഗ് വെക്ടർ. ശ്രദ്ധിച്ചേടാ മക്കളെ, ഇത് എന്താ സാധനം? PBr322 അല്ലെ? ക്ലോണിംഗ് വെക്ടറിന് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതാണ് എന്താ? PBr322. P ഫോർ പ്ലാസ്മിഡ്, B ഫോർ ബൊലിവർ, R ഫോർ റോഡ്രിഗസ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? BR എന്ന് പറഞ്ഞാൽ എന്താ? ബൊലിവറും റോഡ്രിഗസ് എന്ന് പറഞ്ഞ 2 സയന്റിസ്റ്റുകളാണ് ഈ വെക്ടർ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഈ നെയിമിംഗ് വന്നത്. അതൊന്ന് പഠിച്ചു വെക്കണം. അതുകൂടാതെ നമുക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ കണ്ടോ? CLA1, HindIII, BAMH1, SAL1, PST1, PU1, ഈക്കോ R1 ഇതൊക്കെ എന്താ?
യെസ്, PBr320ന്റെ ക്ലോണിംഗ് സൈറ്റുകളാണ് ഇവരൊക്കെ. ആരാണ്? ക്ലോണിംഗ് സൈറ്റുകൾ. അപ്പൊ എക്സാമിന് ചിലപ്പോൾ ബാമച്ച്1 എന്താണ്, സാൽ1 എന്താണ്, ഹിൻഡു2 എന്താണ്, ക്ലാവ്1 എന്താണ്, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ട് എന്ത് വരും, ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ജസ്റ്റ് നോക്കി പോവാ, പേരുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം അതെന്താണ്, ക്ലോണിംഗ് സൈറ്റുകളാണ്. അടുത്തത് എന്താ, AMPRും TTRും. അതെന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു, സെലക്ടബിൾ മാർക്കേഴ്സ് ആണ്. നെക്സ്റ്റ് എന്താ, ORI. ORI എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഇവിടെ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് ഏതാ, റോപ്പ്. എന്താണ് റോപ്പ് മക്കളെ? റെപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് സിന്തസിസ് ചെയ്യുന്നത് ഏത് ഭാഗത്ത് നിന്നാണ്, റോപ്പ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്നാണ്. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് കോപ്പീസിന് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ് ആണ് എന്ത്, റെപ്ലിക്കേഷൻ. അപ്പൊ ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവിടെ എന്തിന്റെ ആവശ്യമുണ്ട്, എന്തിന്റെ ആവശ്യമുണ്ട്, പ്രോട്ടീന്റെ ആവശ്യമുണ്ട്. അപ്പൊ പ്രോട്ടീനെ കൊടുക്കുന്ന ആളാണ് ആര്, റോപ്പ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം കേട്ടോ. PBr320ന്റെ ഫിഗർ വിത്ത് എന്താണോ ഓരോന്നൊന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, observe the sketch of stirred tank bioreactor and label the part A, B, C, D. മക്കളെ എന്താണ് ബയോറിയാക്ടർ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ലാർജ് വെസൽസ് ആണ് അല്ലേ. നമ്മുടെ എന്താണ്, നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ബോഡിയിലേക്ക് നമ്മൾ DNA വെച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്റ്റ് ഓർഗാനിസം പിന്നെ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റിന് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ തോന്നിയ സ്ഥലത്തൊന്നും കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിനെ വെച്ചു കൊടുത്ത് പ്രൊഡക്റ്റിന് ഉണ്ടാക്കി എടുക്കാനൊന്നും പറ്റൊന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഹോസ്റ്റ് ഓർഗാനിസത്തിന് എല്ലാത്തിനെയും കൊണ്ടുപോയിട്ട് ഒരു ലാർജ് വെസൽസിൽ അങ്ങ് കൊണ്ടുവന്നിടും. എന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള pH, ടെമ്പറേച്ചർ, സ്റ്റെറൈൽ കണ്ടീഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഹോസ്റ്റ് ഓർഗാനിസം എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് തരും. ഓക്കെ, അപ്പോൾ ഇതിനുപയോഗിക്കുന്ന ലാർജ് വെസൽസിനെ വിളിക്കുന്ന പേരാണ് എന്താ, ബയോ റിയാക്ടേഴ്സ്. 2 ബയോ റിയാക്ടേഴ്സ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഒന്നാമത്തവന്റെ പേരാണ് സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടർ. രണ്ടാമത്തവന്റെ പേരും ജസ്റ്റ് പഠിച്ചു വെക്കണം, സ്പാർജഡ് ടാങ്ക് ബയോ റിയാക്ടർ. ഓക്കെ, രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ. അതിൽ ഇവന്റെ ഫിഗർ തന്ന് ലേബിൾ ചെയ്യാൻ എല്ലാ വർഷവും എപ്പോഴും ചോദിക്കാറുണ്ട്. മറ്റേ ഫിഗർ അധികം ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് എന്നാലും ആ ഫിഗറും കൂടെ ഒന്ന് നോക്കി പോയിക്കോളൂ. ഓക്കെ, ഇനി ഇത് പഠിച്ചു വെക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഫിഗർ ലേബൽ ചെയ്യാൻ. പിന്നെ എന്താണ് ബയോ റിയാക്ടർ എന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ്, ദ ലാർജ് എന്താണ് വെസൽസ് ഓഫ് 1000 ലിറ്റർ ഒക്കെ ഉണ്ടാവും അതിന്റെ ഏകദേശം ഒരു വോളിയം എന്ന് പറയുന്നത്. ഇവന്റെ ഫംഗ്ഷൻ എന്താണ്, റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസിന് എന്താക്കി മാറ്റും, എൻസൈംസ്, പ്രോട്ടീൻസ് ഒക്കെ ആക്കി മാറ്റുക എന്നതാണ് ആരുടെ ഫംഗ്ഷൻ, നമ്മുടെ ബയോറിയാക്ടറിന്റെ ഫംഗ്ഷൻ. നമ്മുടെ നോട്ടിൽ കൃത്യമായിട്ട് ടീച്ചർ എഴുതി തന്നിട്ടുണ്ട്, പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ നോക്കിയാൽ ഇതെന്താ സാധനം, മോട്ടോർ. ഇതെന്താ സാധനം, ഫോം ബ്രേക്കർ. ഇതില് പത പോലെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടായി വരിക. അപ്പോൾ ആ പത നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എന്താക്കി എടുക്കാൻ പറ്റുള്ളൂ, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ആ പത ബ്രേക്ക് ചെയ്യുന്ന ബ്ലേഡ് ആണ് എന്ത്, ഈ ഭാഗം. അടുത്തത് എന്താ, ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ. നമ്മുടെ മിക്സിയിലൊക്കെ ചമ്മന്തി ഇറക്കുന്ന സമയത്ത് മിക്സിയുടെ ഉള്ളിൽ ആ ബ്ലേഡ് കിടന്ന് ഇങ്ങനെ കറങ്ങൂലേ, അപ്പോഴല്ലേ നമുക്ക് ചമ്മന്തി കിട്ടുക. സെയിം. ഓക്കെ, ഈ ബ്ലേഡ് കിടന്ന് ഇങ്ങനെ കറങ്ങുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കിട്ടുക, ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ. ഇനി ഈ ഭാഗത്തെ കാണിച്ചിട്ട് കൾച്ചർ ബ്രോത്ത്. നമ്മൾ എന്തിനെയാണോ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക, നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസത്തിന് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കൂലേ. ഈ ഹോസ്റ്റ് ഓർഗാനിസം ആണല്ലോ എന്തിനുണ്ടാക്കി തരാ, പ്രൊഡക്റ്റിന് ഉണ്ടാക്കി തരാ. ആ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്താ, കൾച്ചർ ബ്രോത്ത്. ഈ കൾച്ചർ ബ്രോത്തിൽ നിന്നാണ് നമുക്ക് എന്തിനുണ്ടാക്കി എടുക്കാൻ പറ്റുക, നമ്മുടെ പ്രൊഡക്റ്റിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഓക്കെ അല്ലേ. അടുത്തത് എന്താ, സ്റ്റെറൈൽ എയർ. ശുദ്ധമായ വായു ഇതിന്റെ ഉള്ളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പൈപ്പാണ് എന്താ, ഇത്. അടുത്തത് എന്താ, ആസിഡ് ബേസ് ഫോർ pH കൺട്രോൾ. ഇതിനുള്ളിൽ കൃത്യമായിട്ടൊരു pH മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാലേ നമുക്ക് പ്രൊഡക്റ്റിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ള സോഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് എന്താ, സ്റ്റീം ഫോർ സ്റ്റെറിലൈസേഷൻ. ശുദ്ധീകരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റീം, ആവി കടത്തി വിടുന്ന കുഴലാണിത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ലേബൽ ചെയ്യാൻ പഠിച്ചു പോകണം. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, യെസ്, ജെൽ ഇലക്ട്രോഫോസിസ് അല്ലെങ്കിൽ PCR. ഏതെങ്കിലും ഒരു ചോദ്യം എന്തായാലും നമ്മുടെ എക്സാമിന് ഉണ്ടാവും. ജെൽ ഇലക്ട്രോഫോസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തതാണ് എന്ത്, PCR. നോക്കിയടാ, എന്താണ്, figure representing the reaction associated with the polymerase chain reaction. Name the steps A, B, C in the process. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഓർമ്മയുണ്ടോ എന്റെ മക്കൾക്ക്, ഡീനാച്ചുറേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ, ഡീനാച്ചുറേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാ, അനിലിംഗ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാ, എക്സ്റ്റൻഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വെക്കണം. ഓക്കെ, 3 സ്റ്റെപ്പുകളാണ് PCR-നുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാ പറഞ്ഞോ, എന്നാ, ഡീനാച്ചുറേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാ, അനിലിംഗ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാ, എക്സ്റ്റൻഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ 3 സ്റ്റെപ്പുകൾ എന്താണെന്ന് ജസ്റ്റ് പഠിച്ചു വെക്കണം. എന്താ, പോളിമറൈസ്
പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ? വായിച്ചേ. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡിസൈർഡ് ജീൻ. എന്താണ്? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഡിസൈർഡ് ജീൻ. നമ്മുടെ ഡിസൈർഡ് ജീൻസിന്റെ നമുക്ക് ആവശ്യമായിട്ടുള്ള ജീനിന്റെ ഒരുപാട് കോപ്പീസിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്താ? PCR. ഓക്കെ, ചിലപ്പോൾ ഒരു ജീനൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അതെങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്രോസസ്സ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇത് രണ്ടാമത് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡിസൈർഡ് DNA മൾട്ടിപ്പിൾ കോപ്പീസിനെ നിർമ്മിച്ചു വെക്കും. ആ മൾട്ടിപ്പിൾ കോപ്പീസ് നിർമ്മിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്താ? PCR. ഓക്കെ, ഇതിൽ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഡീനാച്ചുറേഷൻ, സെപ്പറേഷൻ ഓഫ് കോംപ്ലിമെന്ററി സ്ട്രാൻഡ് ഓഫ് DNA അറ്റ് എ ഹൈ ടെമ്പറേച്ചർ. DNAക്ക് എത്ര സ്ട്രാൻഡ് ഉണ്ട് മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാലോ. 3' ഉണ്ട്, ഒരു 5' ഉണ്ട്, 5' ഉണ്ട്, 3' ഉണ്ട് അല്ലേ? 2 സ്ട്രാൻഡ് ആണ് നമ്മുടെ DNAക്ക് ഉണ്ടാവുക. ഇവന് നല്ല ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ 2 സ്ട്രാൻഡുകൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ആവും. ഈ 2 സ്ട്രാൻഡുകൾ സെപ്പറേറ്റ് ചെയ്ത് 2 പോൾസിലേക്ക് പോകും. ഓക്കെ, അതാണ് നമ്മുടെ ഡീനാച്ചുറേഷൻ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? അടുത്ത സ്റ്റെപ്പ് പ്രൈമർ അനിലിംഗ്, pairing of primers to the separated DNA. എന്താണ് അതിന്റെ അർത്ഥം? നോക്കിയടാ, ഈ 3' എൻഡിലേക്ക് നമ്മളൊരു പ്രൈമറിനെ അങ്ങ് വെച്ചു കൊടുക്കും. എന്താണ് പ്രൈമർ? ഇറ്റ് ഇസ് എൻ ഒലിഗോ ന്യൂക്ലിയോടൈഡ്. ഇത് ഒലിഗോ ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്ട്രാൻഡ് DNA വിത്ത് ഒലിഗോന്യൂക്ലിയോടൈഡ്, ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് ഒലിഗോന്യൂക്ലിയോടൈഡ്. മനുഷ്യൻ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്ത ചെറിയ DNA സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ചെറിയ DNA പീസിനെ വിളിക്കുന്ന പേരാണ് എന്താ? പ്രൈമർ. മറന്നു പോകരുത്, പ്രൈമർ എന്താന്ന് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണ് പ്രൈമർ? ഇറ്റ് ഈസ് എ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് അല്ലെങ്കിൽ കെമിക്കലി സിന്തസൈസ്ഡ് ഒലിഗോന്യൂക്ലിയോടൈഡ് വിത്ത് സിംഗിൾ സ്ട്രാൻഡഡ് DNA. എന്താണ് ഒലിഗോന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ? ചെറുത്, സിംഗിൾ സ്ട്രാൻഡഡ്, ഒരൊറ്റ സ്ട്രാൻഡേ ഉള്ളൂ. ഇവന് എവിടെയാണ് നമ്മൾ വെച്ചു കൊടുക്കുക? 3' എൻഡിൽ. ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് എന്താ? പ്രൈമർ അനിലിംഗ്. അടുത്തത് എന്താണ് മക്കളെ? എക്സ്റ്റൻഷൻ. എന്താണ് എക്സ്റ്റൻഷൻ? അഡീഷൻ ഓഫ് കോംപ്ലിമെന്ററി ന്യൂക്ലിയോടൈഡ് ഇൻ ടു ദ എൻഡ് ഓഫ് പ്രൈമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടാക് പോളിമറൈസ്. നോക്കിയടാ, ഇവിടെ നമ്മളൊരു എൻസൈമിനെ കൊടുക്കും. ആ എൻസൈമിന്റെ പേരെന്താ? ടാക് പോളിമറൈസ്. എന്തിനാ നമ്മൾ പോളിമറൈസ് എൻസൈമിനെ യൂസ് ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ? റെപ്ലിക്കേഷന്റെ സമയത്ത് ഉപയോഗിക്കുന്ന എൻസൈം ആണ് എന്താ? പോളിമറൈസ് എൻസൈം. അതായത് മൾട്ടിപ്പിൾ കോപ്പീസിന് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെച്ചു കൊടുക്കുന്ന എൻസൈം ആണ് എന്താ? പോളിമറൈസ് എൻസൈം. ഇവിടെ എന്താ സംഭവിക്കുക? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഈ പോളിമറൈസ് എൻസൈം എന്ത് ചെയ്യും? ഈ നമ്മുടെ പ്രൈമർ ഇല്ലേ, ഈ പ്രൈമറിൽ ന്യൂക്ലിയോടൈഡുകളെ വെച്ചുകൊടുത്ത് ഇവനെ പിടിച്ചങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യും. ഇവിടെയുണ്ട് പ്രൈമർ, ഇവനെയും പിടിച്ചെന്ത് ചെയ്യും? ന്യൂക്ലിയോടൈഡിനെ വെച്ചുകൊടുത്ത് ഇവനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യും. ഇവിടെ 3' ആകും, ഇവിടെ 5' ആകും, ഇവിടെ എന്താകും? ഇവിടെ 5', ഇവിടെ 3'. നോക്കിയേ, പ്രൈമറിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. ആര്? നമ്മുടെ ടാക് പോളിമറൈസ്. എങ്ങനെയാ വലിച്ചു കൊണ്ടുപോകുന്നേ? ന്യൂക്ലിയോടൈഡുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട്. തുടങ്ങിയപ്പോ ഒരൊറ്റ സ്ട്രാൻഡ് DNA ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എത്ര സ്ട്രാൻഡ് ആയി മക്കളെ? 2 DNA. 1, 2. ഓക്കെ, അപ്പൊ ഒരു കോപ്പി ഉണ്ടായിരുന്നത് ഇപ്പൊ എത്ര കോപ്പിയായി? 2 കോപ്പിയായി. അങ്ങനെ മൾട്ടിപ്പിൾ കോപ്പീസിന് നമുക്ക് ഈ PCR വെച്ച് നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന പോളിമറൈസ് എൻസൈം ഏതാണ്? ടാക് പോളിമറൈസ്. എന്തുകൊണ്ടാണ് ടാക് പോളിമറൈസ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട് എപ്പോഴും. അതായത് ഈ ഡീനാച്ചുറേഷൻ ഒക്കെ നടക്കുന്നത് 97 ഡിഗ്രി നല്ല ഹൈ ടെമ്പറേച്ചറിലാണ്. അപ്പൊ ഹൈ ടെമ്പറേച്ചറിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന എൻസൈംസിന് നല്ല ടെമ്പറേച്ചർ താങ്ങാനുള്ള കഴിവ് വേണം. അത്തരത്തില് നല്ല ടെമ്പറേച്ചറിനെ താങ്ങാൻ കഴിവുള്ള ഒരു എൻസൈമാണ് ഇത് ടാക് പോളിമറൈസ്. കാരണം ഇത് എടുത്തിരിക്കുന്നത് ഏത് ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്നാണ്? തെർമസ് അക്വാട്ടിക്കസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടാക് പോളിമറൈസ് എടുത്തിരിക്കുന്നത് ഏത് ബാക്ടീരിയയുടെ ബോഡിയിൽ നിന്നാണ്? തെർമസ് അക്വാട്ടിക്കസ്. അപ്പൊ ഈ തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്നത് നല്ല ഹൈ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ഒരു ബാക്ടീരിയയാണ്. സോ അതിന്റെ ബോഡിയിലുള്ള ഈ ടാക് പോളിമറൈസ് എൻസൈമിന് അപ്പൊ എന്തിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും? ഹൈ ടെമ്പറേച്ചറിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ 3 സ്റ്റെപ്പ് പഠിക്കണം. 3 സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ആരൊക്കെയാണ് ഉപയോഗിക്കപ്പെടുന്നത് ഒക്കെ പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഡൗൺ സ്ട്രീം പ്രോസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബയോറിയാക്ടറിന്റെ കാര്യം. ബയോറിയാക്ടറിലേക്ക് നമ്മൾ നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസത്തിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റിനെ കിട്ടും അല്ലെ? ഈ പ്രൊഡക്റ്റിനെ നമുക്ക് അതുപോലെ തന്നെ അങ്ങ് എടുത്ത് ഈ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുമോ? ഇല്ല. ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം, നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് എത്ര നാള്
കേടുകൂടാതിരിക്കും എന്ന് മനസ്സിലാക്കണം അല്ലേ. ഇപ്പൊ എൻസൈംസ്, പ്രോട്ടീൻസ്, മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയണം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്നൊക്കെ നമുക്ക് അറിയണം. അപ്പൊ ബയോ റിയാക്ടറിൽ നിന്ന് നമ്മൾക്കുണ്ടായ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യത്? പ്യൂരിഫിക്കേഷൻ ആൻഡ് സെപ്പറേഷൻ. ആദ്യം നമ്മൾ അതിനെന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യും, വൃത്തിയാക്കും അല്ലെ. വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? മാർക്കറ്റിലേക്ക് ഇറക്കുള്ളൂ അല്ലെ. മനുഷ്യർക്ക് യൂസ് ചെയ്യേണ്ടതാണ്, സോ അത്ര നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ആ പ്രോസസ്സിനെ എല്ലാവരും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്താ? ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഈ പേര് കേട്ട് ടെൻഷൻ ആവരുത്, സിമ്പിൾ ആണ്. എന്താണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്? പ്യൂരിഫിക്കേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഈസ് നോൺ ആസ് ഡൗൺ സ്ട്രീം പ്രോസസ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണവും വേർതിരിവ്, അതായത് ശുദ്ധീകരിക്കല്, അത് ക്ലീൻ ചെയ്തെടുക്കല്, അതിനുശേഷം അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. അടുത്തത് എന്താ? ഇതിന്റെ ഇറ്റ് ഇൻക്ലൂഡ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യും, വേർതിരിച്ചെടുക്കും. അതിനുശേഷം അതിനെ എന്ത് ചെയ്യും? പ്യൂരിഫൈ ചെയ്യും. പ്യൂരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തിയാക്കിയെടുക്കും. എന്തെങ്കിലുമൊക്കെ ഡേർട്ടും എന്തെങ്കിലുമൊക്കെ ഇംപ്യൂർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഇതിനെ പ്യൂരിഫൈ ചെയ്യും. നെക്സ്റ്റ് എന്താ? അഡീഷൻ ഓഫ് പ്രിസർവേറ്റീവ്സ്. പ്രിസർവേറ്റീവ്സ് എന്തിനാ നമ്മൾ ആഡ് ചെയ്യുന്നത്? നമ്മൾ അച്ചാറിടും, നമ്മൾ സൊർക്ക ഒഴിച്ചു കൊടുക്കും അല്ലെ. എന്തിനാണ് നമ്മൾ സൊർക്ക ഒഴിച്ചു കൊടുക്കുന്നത്? ഞാൻ സൊർക്ക ഒഴിച്ചു കൊടുക്കുന്നത് കുറേ ദിവസത്തേക്ക് എന്തിരിക്കാൻ? അച്ചാറിരിക്കാൻ, കേടാവാതിരിക്കാൻ അല്ലേ. അപ്പൊ അതൊരു പ്രിസർവേറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഉണ്ടായിരിക്കുന്ന പ്രൊഡക്റ്റ് കുറേ നാളത്തേക്ക് അത് ലോങ് ലാസ്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് എന്താ? ക്ലിനിക്കൽ ട്രയൽസ് ഫോർ ഡ്രഗ്സ്. ഇപ്പൊ നമ്മൾ മരുന്ന്, ഡ്രഗ്സ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ, ഒരു മനുഷ്യന്റെ ബോഡിയിലേക്ക് കുത്തിവെച്ച് കൊടുക്കേണ്ട ഡ്രഗ്സ് ആണെങ്കിൽ, വെച്ച് കൊടുക്കേണ്ട ഡ്രഗ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഒരു മനുഷ്യരിൽ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡ്രഗ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡ്രഗ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് ക്ലിനിക്കൽ ട്രയൽസ് നടത്തും. ഓരോ അനിമൽസിന്റെ ബോഡിയിലൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നോക്കും, ഇത് വർക്കിംഗ് ആണോ, ഇത് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അതാണ് എന്താ? ക്ലിനിക്കൽ ട്രയൽസ് ഫോർ ഡ്രഗ്സ്. ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. അതിനുശേഷം ഈ ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്റ്റിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഒക്കെ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? സെയിൽ. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ 2 core techniques that enable the birth of modern ബയോടെക്നോളജി? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് മോഡേൺ ബയോടെക്നോളജി, ആധുനിക ബയോടെക്നോളജിയുടെ ജനനത്തിന് കാരണമായിട്ടുള്ള 2 പ്രധാന ടെക്നോളജികൾ അല്ലെങ്കിൽ 2 പ്രധാന എന്താണ് ടെക്നിക്സുകൾ ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ്? യെസ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ബയോപ്രോസസ് എഞ്ചിനീയറിംഗ്. ഇത് വേറെ രീതിയിലും ചോദിക്കാം. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി? ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും, കോർ ടെക്നിക്സ്, മോഡേൺ ബയോടെക്നോളജിയുടെ ജനനത്തിന് ആവശ്യമായിട്ടുള്ള കോർ ടെക്നിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും രണ്ടിനും ഉത്തരം ഒന്ന് തന്നെയാണ്. ഒന്നാമത്തേത് എന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. രണ്ടാമത്തേത് എന്താണ്? ബയോ process engineering. എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? ഇറ്റ് ഈസ് എ ടെക്നിക് ടു അൾട്ടർ ദ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് എൻ ഓർഗാനിസം ഫോർ ചേഞ്ചിങ് ഇറ്റ്സ് ഫിനോടൈപ്പ്. ഒരു ജീവിയുടെ ബോഡിയിൽ അവന്റെ DNA നമ്മൾ വ്യത്യാസം വരുത്തി അവന്റെ ഫീച്ചേഴ്സിൽ, ഓക്കെ, അവന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ആ ഒരു സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് എന്താ? ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ, രണ്ടാമത്തേത് എന്താ? ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് അഥവാ കെമിക്കൽ എഞ്ചിനീയറിംഗ്. എന്താണ്? മെയിൻ്റനൻസ് ഓഫ് എ സ്റ്റെറൈൽ കണ്ടീഷൻ ഫോർ ഗ്രോത്ത് ഓഫ് ഡിസൈർഡ് മൈക്രോബ്സ് ടു പ്രൊഡ്യൂസ് യൂസ്ഫുൾ പ്രൊഡക്ട്സ് ലൈക്ക് ആന്റിബയോട്ടിക്സ്, വാക്സിൻസ് ആൻഡ് എൻസൈംസ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇതിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ടീച്ചർ നേരത്തെ അല്ലെ. ബയോ റിയാക്ടേഴ്സിലൊക്കെ ഇട്ട് നമ്മൾ പ്രൊഡക്റ്റിന് ഉണ്ടാക്കിയെടുക്കും. വൃത്തിയുള്ള കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ബയോടെക്നോളജി യൂസ് ചെയ്തിട്ട് എന്തിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ? പ്രൊഡക്ട്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. പ്രധാനമായിട്ടും ഹോസ്റ്റ് ഓർഗാനിസം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാ? മൈക്രോബുകളെയാണ്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോബുകൾ വളർത്തി അതിൽ DNAസിനെ വെച്ചു കൊടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എൻസൈംസിനെയോ വാക്സിൻസിനെയോ ആന്റിബയോട്ടിക്സിനെയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ഒരു വൃത്തിയുള്ള സ്റ്റെറൈൽ. എന്താണ് സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ? എന്താ? ജേം ഫ്രീ, കീടാണുക്കളൊന്നും ഇല്ലാത്ത ഒരു കണ്ടീഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കും. ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് എന്താ? ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ഹൗ ബാക്ടീരിയൽ സെൽസ് ആർ മെയ്ഡ് കോമ്പിറ്റന്റ് ടു. കോമ്പിറ്റന്റ് ഈ വേർഡ് കാണുമ്പോൾ മനസ്സിലാവണം കേട്ടോ. കോമ്പിറ്റന്റ് ടു ടേക്ക് അപ്പ് DNA. നമ്മൾ പറഞ്ഞു നോക്കിയടാ, ഇതൊരു ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയയുടെ ഉള്ളിലേക്കാണ് നമ്മൾ DNA വെച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം അത് പുറത്തുനിന്ന് വരുന്ന ഒരു ഫോറിൻ ആയിട്ടുള്ള പുറത്തുനിന്ന് വരുന്ന ഒരു സാധനമാണ്. അപ്പൊ മാക്സിമം ബാക്ടീരിയ എന്ത് ചെയ്യും? അതിനകത്തേക്ക് കടത്തി വിടാതിരിക്കാനായിട്ട് ശ്രമിക്കും. കാരണം എന്താ? നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എന്താ ചെയ്യുക? അവന്റെ ബോഡിയിൽ ഇല്ലാത്തൊരു സാധനം പുറമേ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പ്രതിരോധിക്കാൻ
അല്ലെ, ശ്രമിക്കും. ഇത് തന്നെയാണ് ഇവിടെ നമ്മുടെ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് നമ്മൾ എന്തിനെ കടത്തി കൊടുക്കാൻ പോവാണ്? നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള DNA വെച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ, കാരണം എന്താ, ബാക്ടീരിയ ആണ് നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസം. ഇത് അവനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റിനെ ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പോ ഇവനെ എങ്ങനെയാണ് കോമ്പിറ്റന്റ് ആക്കുക? കോമ്പിറ്റന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ? DNA കടത്തിവിടാനായിട്ട് സമ്മതിപ്പിക്കുക. ഓക്കെ, നോർമലി ഇവൻ സമ്മതിക്കൂല. അപ്പൊ എങ്ങനെയാണ് ഇവനെ നമ്മൾ DNA അകത്ത് കയറ്റാൻ സമ്മതിപ്പിക്കുക? അതിനൊരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഹീറ്റ് ഷോക്ക് മെത്തേഡ്. എന്താ വിളിക്കുക മക്കളെ? പറഞ്ഞേ, ഹീറ്റ് ഷോക്ക് മെത്തേഡ്. ഓക്കേടാ, വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, പഠിക്കണം കേട്ടോ. DNA enters the bacterium through the pores in the cell wall. ഓക്കെ, ഈ DNA എങ്ങനെയാണ് ഈ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കടക്കുന്നതെന്ന് അറിയോ? ഈ DNAയുടെ പുറത്ത് സെൽ വാൾ ഉണ്ടാവും. ഈ സെൽ വാളില് ചെറിയ ചെറിയ എന്തുണ്ട്? പോഴ്സുകൾ ഉണ്ട്. പോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിന്റെ അകത്ത് കൂടെയാണ് ആരകത്തേക്ക് കയറുക? DNA നമ്മുടെ ബാക്ടീരിയയുടെ അകത്തേക്ക് കയറാം. ഓക്കെ, അടുത്ത എന്താ? ദ ബാക്ടീരിയ സെൽ ട്രീറ്റഡ് വിത്ത് ഡൈവാലന്റ് കാറ്റോൺ സച്ച് ആസ് കാൽഷ്യം. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഈ ബാക്ടീരിയനെ ഒരു ഡൈവാലന്റ് കാറ്റോൺ ആയിട്ടുള്ള Ca2+. ഡൈവാലന്റ് കാറ്റോൺ എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആവണ്ട. ഡൈ എന്ന് പറഞ്ഞാൽ എത്രയാ? 2. കാറ്റോൺസിന്റെ ചാർജ് എത്രയാ? പ്ലസ്. അപ്പൊ 2+ ആയിട്ടുള്ള ഒരാൾ അതാരാ? Ca2+. അപ്പൊ Ca2+ വെച്ച് നമ്മൾ ഇവനെ ട്രീറ്റ് ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യുക? ഇൻക്യുബേറ്റ് റീകോംബിനന്റ് DNA ആൻഡ് ബാക്ടീരിയ സെൽ ഓൺ ഐസ്. അതിനുശേഷം നമ്മൾ ഈ ബാക്ടീരിയനെയും നമ്മുടെ DNA-യും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ DNA ഇല്ലേ, ഇവർ രണ്ടുപേരെയും ഐസ് ക്യൂബ് ഇല്ലേ, നമ്മുടെ ഐസിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, ഐസിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. എന്താ സംഭവിക്കുക? നമ്മുടെ ഈ സെൽ വാളില് ഉണ്ടായ പോഴ്സ് ഇല്ലേ, ചെറിയ ചെറിയ ഹോൾസ് ഇല്ലേ, ഇതെന്താകും? വലുതാകും. ഇതെന്താകും? വലുതാകും. നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് എന്ത് ചെയ്യും? നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യും. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നത്? നമ്മുടെ മുഖത്തുള്ള പോഴ്സ് ഒക്കെ വലുതാവാൻ. സെയിം തന്നെ നമ്മൾ ഐസ് വെച്ചിട്ട് എന്ത് ചെയ്തു? ഇൻക്യുബേറ്റ് ചെയ്തു. ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടുത്തെ സെൽവാളൊക്കെ എന്താ? സെൽവാളിന്റെ ഉള്ളിലുള്ള പോഴ്സ് ഒക്കെ എന്താകും? ഓപ്പൺ ആകും. അടുത്ത സ്റ്റെപ്പ് എന്താ? പ്ലേസ് ദിസ് ബാക്ടീരിയൽ സെൽ അറ്റ് 42 degrees Celsius which provide heat shock. Then put them back on ice. ഐസ് വെച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു അറിയോ? ഇവനെ പിന്നെ ഒരു 42 degrees Celsius നമ്മൾ പിന്നെയും ചൂടാക്കും. അപ്പൊ ചൂട് കൂടി, അപ്പോ ഇവന്റെ ഹോൾ എന്താകും? ചെറുതാകും. അതിനുശേഷം പിന്നെയും ഇവനെ എന്തിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും? ഐസിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, എഗൈൻ പിന്നെയും 42 degrees Celsius നമ്മൾ കൊണ്ടുവന്ന് വെക്കും. അതായത് ഈ സെൽവാളിലുള്ള പോഴ്സ് എന്താകും? വലുതാകും, ചെറുതാകും, വലുതാവും, ചെറുതാവും. അപ്പൊ ഇങ്ങനെ വലുതാവുകയും ചെറുതാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആര് സുഖമായിട്ട് കടന്നു പോകും? DNA കടന്നു പോകും. അപ്പൊ എങ്ങനെയാണോ നമ്മൾ ഈ ബാക്ടീരിയനെ കോമ്പിറ്റന്റ് ആക്കി മാറ്റിയത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡൈവാലന്റ് കാറ്റോൺ ആയിട്ട് ട്രീറ്റ് ചെയ്തു. അതിനുശേഷം ഇവർ ഐസ് ക്യൂബിന്റെ മുകളിൽ ഇൻക്യുബേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? ഒരു 42 degrees Celsius വെച്ച് ഹീറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ DNA എന്ത് ചെയ്തു? സുഖമായിട്ട് ഇതിന്റെ അകത്തേക്ക് കയറിപ്പോയി. ഇതാണ് റീകോംബിനന്റ് DNA. പിന്നെ മൈക്രോ ഇഞ്ചക്ഷനും ബയോലിസ്റ്റിക്സും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. മൈക്രോ ഇഞ്ചക്ഷൻ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, അനിമൽ സെൽസിൽ ന്യൂക്ലിയസിന്റെ അകത്തേക്ക് നമ്മുടെ DNA കടത്തിവിടാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്താ? മൈക്രോ ഇഞ്ചക്ഷൻ. ബയോലിസ്റ്റിക്സ് എന്താ? ഹൈ വെലോസിറ്റി ആയിട്ടുള്ള ടെങ്സ്റ്റൺ, ഗോൾഡ് പോലെയുള്ള ചെറിയ അവരുടെ മൈക്രോ പാർട്ടിക്കിൾസ്, ചെറിയ തരികളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ DNA കോട്ട് ചെയ്തിട്ട് പ്ലാന്റ് സെല്ലിന്റെ ബോഡിയിലേക്ക് ബോംബാർഡ് ചെയ്യും, എറിഞ്ഞു കൊടുക്കും. അപ്പൊ അവരുടെ അകത്തേക്ക് ആര് കയറിക്കോളും? നമ്മുടെ DNA കയറിക്കോളും. ഓക്കെ അല്ലേ? വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? യെസ്, observe the nucleotide sequences are given below. ഇതെന്താ? name this kind of nucleotide sequence, define this sequence. എന്താ ഓർമ്മയുണ്ടോ മക്കളെ? യെസ്, പാലിൻഡ്രോമിക് സീക്വൻസസ്. ഗാട്ടിസി നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ള ഒരൊറ്റ എക്സാമ്പിൾ ഏതാ? ഗാട്ടസി. ഓക്കെ, ഗാട്ടിസി. അതായത് ഇങ്ങോട്ട് എഴുതുമ്പോഴും ഗാട്ടിസി എന്ന് വായിക്കും, ഇങ്ങോട്ട് എഴുതുമ്പോഴും എന്തെന്ന് വായിക്കും? ഗാട്ടസി. ഓക്കെ, അതായത് നമ്മൾ എന്താ ഒരു ഇപ്പൊ മലയാളം നോക്കിയടാ, ഇവിടുന്ന് വായിക്കുമ്പോഴും മലയാളം, ഇവിടുന്ന് വായിക്കുമ്പോഴും മലയാളം അല്ലെ? സമൂസ. നോക്കിയടാ, ഇവിടുന്ന് വായിക്കുമ്പോഴും സമൂസ, ഇവിടുന്ന് വായിക്കുമ്പോഴും എന്താണ്? സമൂസ. ഇവിടെ നോക്കിയേ, ഇവിടുന്ന് വായിക്കുമ്പോഴും ഗാട്ടിസി, ഇവിടുന്ന് വായിക്കുമ്പോഴും എന്താണ്? ഗാട്ടിസി. അതായത് റീഡിംഗ് ഫ്രെയിം, അതായത് ഇപ്പൊ നോക്കിയേ, ഇത് 3' 5' ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 5' 3'. റീഡിംഗ് ഫ്രെയിം മാറ്റാതെ, അതായത് റീഡിംഗ് ഫ്രെയിം മാറ്റാതെ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നല്ലെങ്കിൽ നമ്മൾ 3' നിന്ന് വായിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ 5' നിന്ന് വായിച്ചു തുടങ്ങാം. ഇപ്പൊ ടീച്ചർ 3' നിന്ന് വായിക്കാം. 3' നിന്ന് വായിച്ചേ ഗാട്ടിസി. അടിയിലെ 3' നിന്ന് വായിച്ചേ ഗാട്ടിസി. അതായത് 3' നിന്ന് വായിക്കുമ്പോൾ അവന്റെ പേരെന്താണ്? ഗാട്ടിസി, GAATTC. ഇനി 5' നിന്ന് വായിച്ചേ CTTAHG. അടിയിലെ 5' നിന്ന് വായിച്ചേ CTTAHG. അതായത് റീഡിംഗ് ഫ്രെയിം മാറ്റാതെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സെയിം കിട്ടുകയാണെങ്കിൽ അത്തരത്തിലുള്ള DNSനെ വിളിക്കുന്ന പേരാണ് എന്താ?
പാലിൻഡ്രോമിക് സീക്വൻസസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോംപ്ലിമെന്ററി DNA സീക്വൻസസ് ദാറ്റ് ആർ സെയിം. കോംപ്ലിമെന്ററി DNA സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു DNA-ക്ക് 2 സ്ട്രാൻഡുകൾ ഉണ്ട്. ഇവർ പരസ്പരം എന്താണ്? കോംപ്ലിമെന്ററി സ്ട്രാൻഡുകളാണ് അല്ലെ? ഈ കോംപ്ലിമെന്ററി സ്ട്രാൻഡുകളുടെ പ്രത്യേകത എന്താ? ദേ ആർ സെയിം വെൻ ഈച്ച് സ്ട്രാൻഡ് ഈസ് റീഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷനിൽ വായിക്കുമ്പോൾ സെയിം ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റും അല്ല, ഒരുപോലെ ഇരിക്കും. അതാണ് എന്താ? പാലിൻഡ്രോമിക് സീക്വൻസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ടീച്ചറെ, ഗാട്ട് സി, ഇവിടെ നിന്ന് വായിക്കുമ്പോൾ ഗാട്ട് സി, ഇവിടെ നിന്ന് വായിക്കുമ്പോൾ CTT AAG, സെയിം ഡയറക്ഷനിലേക്കല്ലേ നമ്മൾ വായിച്ചത്? രണ്ടും രണ്ടാണല്ലോ. അങ്ങനെയല്ല. DNSന് നമ്മൾ എപ്പോഴും വായിക്കുന്നത് എങ്ങനെയാണ്? ഒന്നല്ലെങ്കിൽ 5' to 3'. ഓക്കെ, അല്ലെങ്കിൽ 3' to 5'. അത് ചേഞ്ച് ചെയ്യാതെ വായിക്കുമ്പോഴാണ് നമുക്ക് സെയിം കിട്ടുക. ഇപ്പൊ നോക്കിയേ, 5' നിന്ന് 3' വായിച്ചു ഗാട്ട് സി, അടിയിൽ 5' നിന്ന് 3' വായിച്ചു, അപ്പോഴും എന്താ കിട്ടിയത്? ഗാട്ട് സി. അങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാത്തതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നല്ലെങ്കിൽ മുകളിലത്തെ സ്റ്റാൻഡ് 3' നിന്ന് 5' വായിക്കുകയാണെങ്കിൽ താഴത്തെ സ്റ്റാൻഡും എവിടെ നിന്ന് എവിടേക്ക് വായിക്കണം? 3' നിന്ന് 5' വായിക്കണം. മനസ്സിലായോ? ഇനി മുകളിലത്തെ സ്റ്റാൻഡ് 5' നിന്ന് 3' വായിക്കുകയാണെങ്കിൽ താഴത്തെ സ്റ്റാൻഡും എവിടെ നിന്ന് വായിക്കണം? 5' നിന്ന് 3'. മനസ്സിലായോ? അതാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വല്ലാണ്ട് നോക്കി പോകാത്തൊരു ഭാഗമാണിത് അല്ലേ? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ പഠിച്ചു പോകണം. എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. പഠിച്ചു പോകണം കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ എല്ലാവരും. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടേം ഉണ്ട്, ട്രാൻസ്ഫോർമെൻസ് ആൻഡ് നോൺ ട്രാൻസ്ഫോർമെൻസ്. എന്താണ് ട്രാൻസ്ഫോർമെൻസും നോൺ ട്രാൻസ്ഫോർമെൻസും? ശ്രദ്ധിച്ചേടാ. നോക്കിയേ, നമ്മൾ പുറത്തുനിന്നൊരു ഡിസൈഡ് DNA നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ പറ്റുമോ? ഇല്ല. ആരുടെ ഹെൽപ്പ് വേണം? വെക്ടറിന്റെ ഹെൽപ്പ് വേണം അല്ലേ? അപ്പോ വെക്ടറിന്റെ ഹെൽപ്പോട് കൂടി ഇതൊരു വെക്ടർ ആണ്. ഈ വെക്ടറിന്റെ ബോഡിയിലേക്ക് നമ്മൾ ആരെ വെച്ചു കൊടുത്തു? നമ്മുടെ DNA ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഇവനെയാണ് നമ്മൾ എവിടേക്ക് കടത്തിവിടുക? ഹോസ്റ്റിന്റെ ബോഡിയിലേക്ക് കടത്തിവിടാം അല്ലെ? അപ്പൊ നോക്കിയടാ, അതെ DNA അകത്തേക്ക് കയറി, വെക്ടറും DNA കൂടെ അകത്തേക്ക് കയറി. ഇങ്ങനെ വെക്ടറും DNA കൂടെ അകത്തേക്ക് കയറുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്താ? ട്രാൻസ്ഫോർമെൻസ്. എന്താ വിളിക്കുക? ട്രാൻസ്ഫോർമെൻസ്. അപ്പൊ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ ബോഡിയിലേക്ക് നമ്മുടെ റീകോമിനന്റ് DNA കയറിയിട്ടുണ്ടെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് എന്താ? ട്രാൻസ്ഫോർമെൻസ്. ഇനി നമ്മുടെ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് ഈ റീകോമിനന്റ് DNA കയറിയിട്ടില്ലെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് എന്താ? നോൺ ട്രാൻസ്ഫോർമെൻസ്. ഓക്കെ, DNA കയറിയിട്ടുണ്ടെങ്കിൽ അവൻ എന്താ വിളിക്കുക? ട്രാൻസ്ഫോർമെൻസ്. റീകോമിനന്റ് DNA കയറിയിട്ടില്ലെങ്കിൽ അവൻ എന്താ വിളിക്കുക? നോൺ ട്രാൻസ്ഫോർമെൻസ്. ഇനി നമുക്ക് മനസ്സിലാവണം അല്ലെ, നോൺ ട്രാൻസ്ഫോർമെന്റ് ആരാണ്, ട്രാൻസ്ഫോർമെന്റ് ആരാണ് നമുക്ക് മനസ്സിലാവണ്ടേ? ഇപ്പോൾ ജീവനുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു, എടാ നിന്റെ ഉള്ളിൽ DNA കയറിയിട്ടുണ്ടോ? എടാ നിന്റെ ഉള്ളിൽ DNA കയറിയിട്ടില്ലേ? പക്ഷെ ഇവരോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നോൺ ട്രാൻസ്ഫോർമെൻസിനെയും ട്രാൻസ്ഫോർമെൻസിനെയും പരസ്പരം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്താ? യെസ്, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. നോക്കിയടാ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്മിഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്ലാസ്മിഡിന് ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. എൻസൈമിന്റെ പേരെന്താ? ബീറ്റാ ഗാലക്ടോസിഡേസ്. ഏതാണ് എൻസൈമിന്റെ പേര്? ബീറ്റാ ഗാലക്ടോസിഡേസ്. അപ്പോ ഈ എൻസൈമിന് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്? ബീറ്റാ ഗാലക്ടോസിഡേസ്. ഈ ഇരിക്കുന്ന ഈ ഭാഗം കണ്ടോ? ഈ ഭാഗത്തുള്ള ജീനാണ് ഏത് എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെക്ടറിന് എന്തിനുള്ള കഴിവുണ്ട്? ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവിടെയുള്ള ഈ ജീനാണ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു DNA കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു DNA കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ DNA നമ്മൾ ഈ വെക്ടറുമായിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഓക്കെ, നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ഏത് ഭാഗമാണ്? ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവനെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തപ്പോൾ എന്ത് പറ്റി? ഇവിടെ ഏത് എൻസൈമിന്റെ ജീൻ ഉണ്ടായിരുന്നു? ബീറ്റാ ഗാലക്ടോസിഡേസിന്റെ എൻസൈമിന്റെ ജീൻ ഉണ്ടായിരുന്നു. ആ ജീനിനെ എടുത്ത് മാറ്റി പകരം നമ്മൾ ആരെ വെച്ചു കൊടുത്തു? നമ്മുടെ DNA വെച്ചു കൊടുത്തു. ഇപ്പൊ എന്ത് പറ്റി? ഈ വെക്ടറിന് ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് എന്തായി? നഷ്ടപ്പെട്ടു അല്ലെ? നഷ്ടപ്പെട്ടില്ലേ? നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇനി ഇവൻ ആരെ പ്രൊഡ്യൂസ് ചെയ്യില്ല? ബീറ്റാ ഗാലക്ടോസിഡേസിനെ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഈ ബീറ്റാ ഗാലക്ടോസിഡേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ക്രോമോജനിക് സബ്സ്റ്റൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്ത് കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്? ബ്ലൂ കളർ. ഇപ്പൊ പുറത്തുനിന്ന് ഒരു DNA വന്നപ്പോൾ ഏത് എൻസൈം പോയി? ബീറ്റാ ഗാലക്ടോസിഡേസ് പോയി. ഇനി അവർ ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യോ? ഇല്ല.
ഓക്കെ, ഇവർ കളർലെസ് ആയിട്ടായിരിക്കും നിൽക്കുക. മനസ്സിലായോ? അപ്പോ നമ്മുടെ വെക്ടറിന്റെ ഉള്ളിലേക്ക് DNA കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താകും? കളർലെസ് ആകും. കാരണം എന്താ? അകത്തേക്ക് DNA കയറി, അപ്പൊ ആര് പോയിട്ടുണ്ടാകും? ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പോയിട്ടുണ്ടാവും. അപ്പൊ അവരുടെ കളറും പോകും. ഓക്കെ, അതേ സ്ഥാനത്ത് ഇത് നമ്മുടെ വെക്ടർ. ഈ വെക്ടറിന്റെ ബോഡിയിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇവിടേക്ക് DNA വെച്ചു കൊടുത്തു. പക്ഷെ DNA എന്തോ കാരണം കൊണ്ട് DNA എന്തായില്ല? ഇവിടെ ലിഗേറ്റഡ് ആയില്ല, ഒട്ടിപ്പോയില്ല. ഓക്കെ, നമുക്ക് ഒട്ടിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഏത് എൻസൈം ഉണ്ടാവും? ബീറ്റാ ഗാലക്ടോസിഡേസ് ഉണ്ടാവും. കാരണം എന്താ? ഇവിടെ ആര് വന്നിട്ടില്ല? DNA വന്നിട്ടില്ല. അപ്പൊ പിന്നെ എൻസൈം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അവിടെ തന്നെ ഉണ്ടാവും. എൻസൈം ഉണ്ടെങ്കിൽ അവിടുത്തെ കളർ എന്തായിരിക്കും? ബ്ലൂ കളർ. കാരണം എന്താ? ഈ എൻസൈമിന് ഏത് കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്? ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് സാഹചര്യങ്ങളുണ്ട്. വെക്ടറുമായിട്ട് ഒന്നില് DNA വന്നു, മറ്റേ വെക്ടർ എന്തിനെ എടുത്തില്ല? DNA എടുത്തില്ല. ഓക്കെ അല്ലേ? അപ്പൊ DNA എടുത്ത ആൾക്ക് എന്ത് നിറം ഉണ്ടാവില്ല? ബ്ലൂ കളർ ഉണ്ടാവില്ല. കാരണം എന്താ? DNA എടുക്കുന്നത് ആര് പോയിട്ടാണ്? ബീറ്റാ ഗാലക്ടോസിഡേസ് പോയി ആ ഭാഗത്തേക്കാണ് നമ്മൾ ആരെ വെച്ചു കൊടുത്തത്? DNA വെച്ചു കൊടുത്തത്. ഓക്കെ, അപ്പൊ ആ ബ്ലൂ കളർ നഷ്ടപ്പെട്ടു. പക്ഷെ ഇവിടെ ആര് വന്നില്ല? DNA വന്നില്ല. അവന് ഇഷ്ടമില്ല ഇവിടെ വന്ന് ലിഗേറ്റ് ആവാൻ. ഓക്കെ, അപ്പോൾ DNA വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഏത് എൻസൈം സ്റ്റിൽ ഇപ്പൊ ഉണ്ട്? ബീറ്റാ ഗാലക്ടോസിഡേസ് ഉണ്ട്. ബീറ്റാ ഗാലക്ടോസിഡേസ് ഉണ്ടെങ്കിൽ അവിടെ ഏതായിരിക്കും നിറം? ബ്ലൂ കളർ. ഇനി ഈ DNAസിനെ, ഈ വെക്ടറിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. കുറെ ബാക്ടീരിയാസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? വെച്ച് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഒരു ബാക്ടീരിയ എന്ത് ചെയ്തു? ഒരു ബാക്ടീരിയ ടീച്ചർ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ശ്രദ്ധിക്കാം. ഓക്കെ, ബാക്ടീരിയാസ്. ഈ ബാക്ടീരിയാസിനുള്ളിലേക്ക് നമ്മൾ ഈ വെക്ടേഴ്സിനെ എങ്ങനെ ഇട്ടുകൊടുത്തപ്പോൾ രണ്ടാൾക്കാർ, ഇവനും ആരെ എടുത്തു? റീകോമ്പിനന്റ് DNA ഉള്ള റീകോമ്പിനന്റ് DNA ഉള്ള ആരെ എടുത്തു? DNAസിനെ എടുത്തു. ഓക്കെ, റീകോമ്പിനന്റ് DNA കണ്ടോ? റീകോമ്പിനന്റ് DNA ഉള്ള ആരെ എടുത്തു? വെക്ടേഴ്സിനെ എടുത്തു. അപ്പൊ എന്താ വരെ പ്രത്യേകത? ഇവിടെ ഏത് എൻസൈം ഇല്ല? ബീറ്റാ ഗാലക്ടോസിഡേസ് ഇല്ല. കാരണം എന്താ? ബീറ്റാ ഗാലക്ടോസിഡേസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഈ DNA അവിടെ കയറിയിരിക്കുന്നത് അല്ലെ? അപ്പൊ ബീറ്റാ ഗാലക്ടോസിഡേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ നിറം എന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. ഇവർക്ക് നിറം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ DNA ഇല്ലാത്ത വെക്ടർ ആണ് കയറിയിരിക്കുന്നത് അല്ലെ? ഇവിടെ DNA ലിഗേറ്റ് ആയിട്ടില്ല. DNA ഇല്ലെങ്കിൽ അവിടെ ആരുണ്ടാകും? ബീറ്റാ ഗാലക്ടോസിഡേസ് ഉണ്ടാവും അല്ലെ? ബീറ്റാ ഗാലക്ടോസിഡേസ് ഉണ്ടെങ്കിൽ അവന്റെ കളർ എന്താണ്? ബ്ലൂ കളർ ആണ്. അപ്പൊ അത് നോക്കിയടാ, റീകോമ്പിനന്റ് DNA കയറിയ ആൾക്കാരുടെ നിറം എന്താണ്? കളർലെസ്. റീകോമ്പിനന്റ് DNA കയറാത്ത ആൾക്കാരുടെ നിറം എന്താണ്? ബ്ലൂ കളർ അല്ലെ? റീകോമ്പിനന്റ് DNA കയറിയ ആൾക്കാരെ നമ്മൾ നേരത്തെ വിളിച്ച പേരെന്താ? ട്രാൻസ്ഫോർമെൻസ്. എന്താ വിളിച്ചത്? ട്രാൻസ്ഫോർമെൻസ്. റീകോമ്പിനന്റ് DNA കയറാത്ത ആൾക്കാരെ നമ്മൾ നേരത്തെ വിളിച്ച പേരെന്താ? നോൺ ട്രാൻസ്ഫോർമെൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ട്രാൻസ്ഫോർമെൻസ് എപ്പോഴും കളർലെസ് ആയിട്ടും നോൺ ട്രാൻസ്ഫോർമെൻസ് എപ്പോഴും ഏത് കളറായിട്ടായിരിക്കും ഇരിക്കുക? ബ്ലൂ കളർ ആയിട്ടായിരിക്കും ഇരിക്കും. ഓക്കെ അല്ലേ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. നമുക്ക് മനസ്സിലാകും. ഓക്കെ, എന്താണ് ആ പേരിന്റെ അർത്ഥം? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. യെസ്, പുറമേ നിന്ന് ഒരു DNA നമ്മൾ ഇൻസേർട്ട് ചെയ്തു അല്ലേ? അങ്ങനെ ഇൻസേർട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഉണ്ടായിരുന്ന ബീറ്റാ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ എൻസൈം എന്തായി? ഇനാക്റ്റീവ് ആയി പോയി. അതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. നോക്കിയിട്ട് എന്താണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ? A recombinant DNA is inserted within the coding sequence of an enzyme beta galactosidase. എന്താണ്? ഒരു റീകോമ്പിനന്റ് DNA നമ്മൾ എവിടെയാണ് വെച്ചു കൊടുത്തത്? ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈമിന്റെ ജീനിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു. അപ്പൊ എന്ത് പറ്റി? സോ ദ എൻസൈം ഈസ് ഇനാക്ടിവേറ്റഡ്. അപ്പൊ എൻസൈം എന്തായി? ഇനാക്ടിവേറ്റഡ് ആയി പോയി. എൻസൈം ഇനാക്ടിവേറ്റഡ് ആയിപ്പോ എന്താ പറ്റും? റീകോമ്പിനന്റ് DNA do not produce color. ഓക്കെ, അപ്പോ റീകോമ്പിനന്റ് DNA ഉള്ള വെക്ടർ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യില്ല? കളറിനെ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇനി റീകോമ്പിനന്റ് DNA ഇല്ലാത്ത ആളിനെ പ്രൊഡ്യൂസ് ചെയ്യും? ബ്ലൂ കളറിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്താണ്? നോൺ റീകോമ്പിനന്റ് ഗിവ്സ് എ ബ്ലൂ കളർ. കാരണം അവിടെ ആരില്ല? റീകോമ്പിനന്റ് DNA ഇല്ല. അപ്പൊ ബീറ്റാ ഗാലക്ടോസിഡേസിന് ഒന്നും പറ്റിയിട്ടില്ല. മനസ്സിലായല്ലോ? ഇതാണ് ടെക്നിക്. അപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ ടീച്ചർ ഇതിൽ ഉൾപ്പെടുത്താനുണ്ട്, ശ്രദ്ധിച്ചിരുന്നോളൂ ട്ടാ. ടീച്ചർ ഈ സ്ലൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് നമ്മൾ ഐസൊലേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ഐസൊലേഷൻ?
അതായത് നമ്മുടെ ഡിസൈർഡ് ഡി എൻ എ, നമുക്ക് ഇഷ്ടപ്പെട്ട ഡി എൻ എ നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ നിന്നായിരിക്കുമല്ലോ കളക്ട് ചെയ്യുക. ഇതെങ്ങനെ കളക്ട് ചെയ്യുക? അതത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണോ? അല്ല. ഒരു പ്ലാന്റ് സെല്ലിന്റെ ഒരു ഡി എൻ എ ആണ് നമുക്ക് കളക്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കിടാ. ഇതൊരു പ്ലാന്റ് സെല്ലാണെങ്കിൽ ആ പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? ഡി എൻ എ ഇരിക്കുന്നത് അല്ലേ? അപ്പോ ഇതിന്റെ പുറത്തെ സെൽ വാൾ നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യണം അല്ലേ? അപ്പൊ ഈ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? സെല്ലുലോസ് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയ സെൽ വാൾ നമ്മൾ എങ്ങനെയാ ബ്രേക്ക് ചെയ്യാ? ഇവിടെ ഉപയോഗിക്കുന്ന എൻസൈം ആണ് എന്താ? സെല്ലുലേസ്. ഏതാണ്? സെല്ലുലേസ്. അപ്പൊ പ്ലാന്റ് സെല്ലിൽ നിന്നാണ് നമ്മൾ ഡി എൻ എ ഐസൊലേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? സെല്ലുലേസ്. ഇനി ഒരു ഫംഗൽ സെല്ലാണെങ്കിൽ, ഒരു ഫംഗി സെല്ല് ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഡി എൻ എ പുറത്തേക്ക് എടുക്കുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? കൈറ്റിനേസ്. ഏതാണ് മക്കളെ? കൈറ്റിനേസ്. ഇനി ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ അകത്ത് നിന്നാണ് നമുക്ക് ഡി എൻ എ പുറത്തേക്ക് എടുക്കേണ്ടതെങ്കിൽ അതിന് ചുറ്റുമുള്ള സെൽവാൾ നമുക്ക് എന്ത് ചെയ്യണം? നശിപ്പിച്ച് കളയണം. എന്നാലല്ലേ നമുക്ക് അകത്തുള്ള ഡി എൻ എ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? ലൈസോസൈം. ഏതാണ്? ലൈസോസൈം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഉള്ളിലേക്ക് കടന്നു. ഓക്കെ, ഡി എൻ എയുടെ അടുത്തെത്തി. പക്ഷെ ഡി എൻ എയുടെ ചുറ്റും ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ടാവും. ഈ പ്രോട്ടീൻസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. ഡി എൻ എസിനെ പ്യൂരിഫൈഡ് ആയിട്ട്, വളരെ പ്യൂരിഫൈഡ് ആയിട്ട് വേണം നമ്മൾ കളക്ട് ചെയ്ത് വെക്കാൻ അല്ലെ? നമുക്ക് ഡി എൻ എസിന് മാത്രമേ ആവശ്യമുള്ളൂ. അതിന്റെ കൂടെയുള്ള പ്രോട്ടീൻ നമുക്ക് വേണോ? വേണ്ട. അതുകൂടാതെ ആർ എൻ എസ് ഉണ്ടാകും. ആരുടെ കൂടെ? ഡി എൻ എയുടെ കൂടെ. ആർ എൻ എസിന് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ പ്രോട്ടീനെ മാറ്റാനായിട്ട് ഐസൊലേറ്റ് ചെയ്ത് പ്രോട്ടീനെ മാറ്റി ഡി എൻ എ മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ആണ് എന്താ? പ്രോട്ടിയേസ്. ഏതാണ് മക്കളെ? പ്രോട്ടിയേസ്. അതുപോലെ ആർ എൻ എ നമുക്ക് ആവശ്യമുണ്ടില്ല, നമുക്ക് ഡി എൻ എ മാത്രം മതി. അപ്പൊ ആർ എൻ എ മാറ്റാൻ, ഡൈജസ്റ്റ് ചെയ്ത് കളയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ആണ് ഏത്? റൈബോന്യൂക്ലിയേസ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഓർഗാനിസത്തിന്റെ ബോഡിയിൽ നിന്നാണോ ഡി എൻ എ എടുക്കുന്നത് ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഐസൊലേഷൻ. ഇത് അനിമൽ സെൽ, ഇതിപ്പോ ബാക്ടീരിയൽ സെല്ലിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ബാക്ടീരിയയുടെ പുറത്തുള്ള സെൽ വാൾ ഡൈജസ്റ്റ് ചെയ്ത് കളയണം. അതിനുപയോഗിക്കുന്ന എൻസൈം ആണ് എന്താ? ലൈസോസൈം. ഇനി ഫംഗൽ സെൽ ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? കൈറ്റിനേസ്. അപ്പൊ ഫംഗയുടെ പുറത്തുള്ള സെൽവാളെ നശിപ്പിച്ച് കളയാൻ ഉപയോഗിക്കുന്ന എൻസൈം ആണ് എന്ത്? കൈറ്റിനേസ്. എന്നാലേ നമുക്ക് ഡി എൻ എ എടുക്കാൻ പറ്റുള്ളൂ. പ്ലാന്റ് സെല്ലിന്റെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ട്. അപ്പൊ ഈ സെല്ലുലോസ് നശിപ്പിച്ച് കളയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? സെല്ലുലേസ്. ഇനി അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി എൻ എയുടെ ചുറ്റിനും ആരുണ്ട്? പ്രോട്ടീൻസ് ഉണ്ട്. ആരുണ്ട്? പിന്നെ ആർ എൻ എസ് ഉണ്ട്. അപ്പൊ പ്രോട്ടീനെ നശിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? പ്രോട്ടീസ്. ആർ എൻ എസ് നശിപ്പിക്കാൻ റൈബോന്യൂക്ലിയേസ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഒരു ഓർഡർ ഞാൻ നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഐസൊലേഷൻ ഓഫ് ഡി എൻ എ, അതിനുശേഷം നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്യും. അതിനുശേഷം ഇലക്ട്രോഫോറസിസ് വെച്ച് നമ്മൾ ഇവരെ എന്ത് ചെയ്യും? ഐസൊലേറ്റ് ചെയ്യും, നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ. അതിനുശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കും? ലിഗേഷൻ ഉപയോഗിച്ച് അതിനുശേഷം നമ്മൾ ഇതിനെ PCR ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് കോപ്പീസിനെ ഉണ്ടാക്കും. കോപ്പീസിന് ഉണ്ടാക്കിയതിന് ശേഷം വെക്ടറുമായിട്ട് നമ്മൾ ഇതിനെ ഒട്ടിച്ചു കൊടുക്കും. അതിനുശേഷം ക്ലോണിങ് നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസത്തിന്റെ അകത്തേക്ക് കടത്തിവിടും. അങ്ങനെ സ്റ്റെപ്പായിട്ട് ടീച്ചർ എഴുതി തന്നിട്ടുണ്ട് അല്ലെ? ആ സ്റ്റെപ്പ് പഠിക്കണം. ഓർഡർ ചെയ്യാൻ ചോദിക്കാറുണ്ട് എക്സാമിന്. വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നിങ്ങളുടെ സെറ്റ് ആകും. ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇന്ന് തന്നെ ഇതിരുന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, താങ്ക് യു.